നമസ്കാരം, ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 217-ാമത്തെ എപ്പിസോഡാണ്. ഞാൻ വളരെ സന്തുഷ്ടനായ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ച് നടന്നൊരു കാര്യം ഞാൻ കണ്ടുപിടിച്ചു. അതായത് നമ്മൾ എല്ലാ പുരാണങ്ങളും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ഞാനത് ഒരു ആത്യന്തികമായിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത് ഇന്നാണ്. അതായത് നമ്മുടെ ഈ അറിയാമല്ലോ, ഓരോരുത്തർക്കും ഒരു സൂക്ഷ്മ ശരീരം ഉണ്ടെന്നുള്ളത്. അതായത് നമ്മുടെ ആത്മാവിന് ഒരു വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു ശരീരമുണ്ട്. അതാണ് ഈ മരണശേഷം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പോകുന്നത്. അതായത് ഡെഡ് ബോഡി അവിടെ കിടന്നാലും ആ സൂക്ഷ്മ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് നമ്മൾ ജീവനും കാണത്തുള്ളൂ. ആ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ സൂക്ഷ്മ ശരീരം അങ്ങ് ഓരോരുത്തരുടെ പ്രവൃത്തി അനുസരിച്ച് അങ്ങ് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സൂക്ഷ്മ ശരീരം നേരെ പരബ്രഹ്മത്തിൽ ലയിക്കാനുള്ള ഒരു മാർഗം ഭഗവത്ഗീത തന്നെ പറഞ്ഞതാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല, പക്ഷേ ഞാൻ ഇന്നാണ് എനിക്ക് എൻ്റെ വായനയിലും എനിക്ക് എൻ്റെ അന്വേഷണത്തിലും കണ്ടുപിടിക്കാൻ പറ്റിയത്. ഞാൻ കണ്ടുപിടിച്ചതെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നേരത്തെ ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീത പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പുറകെ പറയാം. ആദ്യമായിട്ട് എൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയട്ടെ. ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നത് 4 തരം ആളുകളുണ്ടെന്ന്. 4 തരം ആളുകൾ. ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് വളരെ ദീനരായിട്ടുള്ള, വിഷമിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടല്ലോ. നമ്മൾ ചുറ്റും കാണുന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്ന ഒരുപാട് തരം ആളുകളുണ്ട്. അവർ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുണ്ട്. അതൊരു തരക്കാർ. പിന്നെ രണ്ടാമത്തെ തരക്കാരെന്ന് പറഞ്ഞാൽ ആർത്തി മൂത്തവർ. ആർത്തി, ഈ പണം എത്ര കിട്ടിയാലും കൊണ്ടുപോകാന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ. നമ്മുടെ അടുത്ത ബന്ധുക്കളും ഒക്കെ കാണും അക്കൂട്ടത്തിൽ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ എത്ര കിട്ടിയാലും അവർക്ക് മതിയാവത്തില്ല. എത്ര പണം കിട്ടിയാലും പിന്നെയും ആർത്തിയാണ് കൊണ്ടുപോകാന്നുള്ള ആ ഒരു ചിന്താഗതിക്കാരാണ് അവർ. രണ്ടാമത്തേവർ. മൂന്നാമത്തവർ ഈ അറിവിന് വേണ്ടി ദാഹിക്കുന്നവരാണ്. അത് കുഴപ്പമില്ല, കാരണം ജ്ഞാനികളാണ്. അവർ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാം പറഞ്ഞു കൊടുക്കണമെന്നില്ല. ചിലർ പറഞ്ഞു കൊടുക്കും, ചിലർ പറഞ്ഞു കൊടുക്കത്തില്ല ആർക്കും. അതുകൊണ്ട് ഏതൊരു സായിപ്പ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല ആ സായിപ്പിൻ്റെ പേര്. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിലയേറിയ സ്ഥലം തന്നെ ശ്മശാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവിടെ മരിച്ച് കിടക്കുന്നവരൊക്കെ വർഷങ്ങളായിട്ട്, എത്രയോ ആയിരക്കണക്കിന് വർഷമായിട്ട് മരിച്ചു കിടക്കുന്നവർക്കൊക്കെ അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവരാർക്കും ഒന്നും പകർന്നു കൊടുക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് ഏറ്റവും വിലയേറിയ സ്ഥലമാണ്. പക്ഷെ അതുകൊണ്ട് ഒരു വിശേഷം ആർക്കും ഇല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു മഹാനായ ഒരു എഴുത്തുകാരനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ അറിവുകൾ പറഞ്ഞു കൊടുക്കാത്ത ആളുകളും ഉണ്ട്. ഞാനതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന എല്ലാ അറിവുകളും, എല്ലാവരും അറിവും അത് പറ്റത്തില്ലല്ലോ. കാരണം നമുക്ക് പല കാര്യങ്ങളും വളരെ ഗോപ്യമായിട്ടുള്ള ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്നും പറഞ്ഞാൽ ഒന്ന്. കാരണം അത് ഈ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന ചില മന്ത്രങ്ങളുണ്ട്. അതായത് ഇപ്പം സർപ്പദംശനമേറ്റ് ഒരാൾ മരിക്കണമെന്നുണ്ടെന്നിരിക്കട്ടെ. ഇപ്പം നമ്മൾ ആ മന്ത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സർപ്പത്തിന് അയാളെ ദർശിക്കാൻ പറ്റത്തില്ല. അത് ദർശിച്ചാലും അയാളെ രക്ഷപ്പെടും. അയാളെ മന്ത്രം ചൊല്ലിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തുകൂടാ. പിന്നെ അവർ സ്വയം കണ്ടുപിടിച്ചാൽ അത് കുഴപ്പമില്ല. അത് ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ദേവി മഹാത്മ്യത്തിലെ ഒരു മന്ത്രത്തിനെ പറ്റി. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്കങ്ങനെ അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു വിഭാഗം. അതായത് അറിവിന് വേണ്ടി ദാഹിക്കുന്നവരാണ് ജ്ഞാനികളായിട്ടുള്ള ആളുകളാണ്. അവർ സ്വയം ജ്ഞാനികളായി നടക്കുന്നതല്ല, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കും എന്നുള്ള ഒരു നിബന്ധനയൊന്നും അവർക്കില്ല. അവർ നല്ല ജ്ഞാനികളായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രഭാഷണ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നടക്കും എന്നുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി അവർ വലുതായിട്ട് കഷ്ടപ്പെടത്തില്ല. പിന്നെ അടുത്തത് ബ്രഹ്മം അന്വേഷിക്കുന്നവർ. അത് നമ്മൾ കാണാറുണ്ട്. കാരണം ഈ സന്യാസിമാരായിട്ടും ഫിലോസഫിക്കലായിട്ടൊക്കെ നടക്കുന്ന ആളുകൾ ഈ ബ്രഹ്മത്തെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. അവരും ചിലപ്പോൾ ഉത്തരം കിട്ടാതെ ഇങ്ങനെ നടക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ അവർ ലൗകിക ജീവിതത്തിലൊന്നും അവർക്ക് ഒരു താല്പര്യമില്ലാത്ത എത്രയോ പേരുണ്ട്. നമ്മൾ കാണുന്ന ഓരോ ഇപ്പോൾ തന്നെ കുംഭമേളയിലൊക്കെ എത്ര ലക്ഷങ്ങളാണ് ആളുകൾ ഈ സന്യാസിമാരൊക്കെ വന്ന് അവിടെ ഇതൊക്കെ നടത്തി. കുംഭമേളയിൽ അവിടുത്തെ ജലത്തിലൊക്കെ അവിടുത്തെ ജലത്തിലൊക്കെ മുങ്ങി മോക്ഷം പ്രാപിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപാട് ലക്ഷങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവർ ഈ ബ്രഹ്മം അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ്. അതാണ് നാലാമത്തെ വിഭാഗം. പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നൊരു ഗോൾഡൻ റൂള്, അതായത് ഭഗവത്ഗീതയിലെ ഗോൾഡൻ റൂള്, അതായത് ഏറ്റവും നല്ല
ഒരു വാചകം എന്ന് പറയുന്നത് ഇതാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ, അതായത് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് നമ്മൾ തിരിച്ച് അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല സ്വഭാവം എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരാൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. ക്ലിയർ ആയല്ലോ? അതായത് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതോ അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവത്ഗീതയിൽ 5 തരം വേറെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഒന്നാമത്തത് എല്ലാം നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്. എല്ലാം നിയന്ത്രിക്കുന്ന പ്രപഞ്ചം നിയന്ത്രിക്കുന്ന ഈശ്വരനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് ജീവനുള്ള ആത്മാവ്, അത് പരമാത്മാവിൻ്റെ ജീവനുള്ള ആത്മാവ്, നമ്മൾ ആണായാലും പെണ്ണായാലും ഒക്കെയുള്ള ഈ ആത്മാക്കൾ, ജന്തുക്കൾ, എല്ലാ ആത്മാക്കളെല്ലാം ഭഗവാനിലുള്ള പരബ്രഹ്മത്തിൻ്റെ ഒരു അംശമാണ് എന്നും ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പിന്നെ മൂന്നാമത്തത് സർവം സഹമായ പ്രകൃതി, അതാണ് ഏറ്റവും നമ്മുടെ മാതാവായിട്ട് ആണ് അതിനെ കരുതിയിരിക്കുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് മാതാവായിട്ടാണ്, എല്ലാം സഹിക്കുന്ന ഒരു ഇതായിട്ടാണ് പ്രകൃതി ഇത് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ. പിന്നെ നാലാമത്തെ കാര്യം കാലചക്രം, അതായത് സമയം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ശരിയില്ലേ? ആർക്ക് വേണ്ടി ഒരു നിമിഷം പോലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല, അത് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുക. അത് നാലാമത്തെ കാര്യം. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഞ്ചാമത്തെ കാര്യത്തിലാണ് 4 തരം യോഗയുടെ കാര്യം പറയും. യോഗ ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യോഗ എന്ന് പറയുന്നത്. അതായത് കർമ്മയോഗമുണ്ട്, ജ്ഞാനയോഗമുണ്ട്, ധ്യാനയോഗമുണ്ട്, പിന്നെ ഭക്തിയോഗം. ഈ 4 യോഗങ്ങളാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്ന യോഗങ്ങൾ. 4 എണ്ണം ഒന്നുകൊണ്ട് പറയാം: കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, പിന്നെ ഭക്തിയോഗം. ഏറ്റവും അവസാനത്താണ് ഭക്തിയോഗം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്തിയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭക്തിയോഗത്തിൽ കൂടെ നമുക്ക് നമ്മുടെ ആത്മാവിനെ പരബ്രഹ്മത്തിൽ ലയിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാർഗ്ഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ ആത്മാവിന് സൂക്ഷ്മ ശരീരം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ സൂക്ഷ്മ ശരീരത്തിന് പരബ്രഹ്മത്തിൽ ലയിക്കണമെങ്കിൽ ഒരേ ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി. അതായത് ദിവസവും ഭഗവത്ഗീത, ഭഗവാൻ വേദവ്യാസൻ മുനി ഇത് അറിയാമല്ലോ ഭഗവത്ഗീത, അതിലെ 2 വരി, ഒരു ദിവസം 2 വരി മതി. 2 വരി വെച്ച് ഈ വായിക്കുന്ന 2 വരി തന്നെ എപ്പോഴും വായിച്ചുകൊണ്ടിരുന്നാലും മതി. ദിവസം 2 വരി വെച്ച് വായിച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണശേഷം ഉടൻ തന്നെ ഈ സൂക്ഷ്മ ശരീരം നേരെ എങ്ങോട്ടും നിൽക്കത്തില്ല, നേരെ പരമാത്മാവിലേക്ക് പോയി ലയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞതല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഭഗവത്ഗീത വായിച്ചാൽ മതി. മാത്രമല്ല വേറൊരു പ്രത്യേകത നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു വിഷാദമായിട്ടുള്ള ചിന്തകളോ തോൽവി വന്നാലും നിങ്ങൾ തളർന്നു പോവുകയോ ഒന്നും ചെയ്തില്ല. എപ്പോഴും നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും മംഗളമായിട്ടുള്ള ഒരു കാര്യമാണ് ഭഗവത്ഗീത. 2 വരി ഒരു ദിവസം വായിക്കുക, അത്രയേ ഉള്ളൂ. ഞാനും അത് ഇന്നാണ് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് ദിവസവും. ദേവി മഹാത്മ്യം അത് ഇതൊക്കെ വായിക്കുന്ന, ഭാഗവതവും ഒക്കെ വായിക്കുന്ന ആളാണ്. പക്ഷെ ഇന്നാണ് എനിക്ക് എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒടുവിൽ കണ്ടുപിടിച്ചത്. അപ്പം അതുകൊണ്ട് ഞാനും ഇന്ന് മുതൽ വായിച്ചു തുടങ്ങി 2 വരി. ഭഗവത്ഗീത ഇഷ്ടം പോലെ തവണ വായിച്ചിട്ടുണ്ട്, പക്ഷേ എന്നും 2 തവണ 2 വരി വെച്ച് വായിക്കാനായിട്ട് ഇന്ന് മുതൽ ഞാനും തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും മംഗളം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.